ഞാൻ ആലോചിച്ച് കുറച്ച് പൈസയൊക്കെ ആയിട്ട് എങ്ങനെയും വാടകയ്ക്ക് താമസിക്കണമെന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയുള്ളൂ എനിക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രേണുസുതിയെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ ചെയ്യേണ്ടി വന്നു. കാരണം അവർ ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നു. അതിനിടയിൽ വിമർശനവുമായിട്ട് നമ്മൾ മിക്കവാറും എല്ലാവരും വീഡിയോ ചെയ്യും. പക്ഷേ അത് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സുധിയുടെ മകൻ സുധിയുടെ മകനും ഇളയ മകനും രേണുവിനും സുധിയുടെ അമ്മയ്ക്കും കൂടെ കൊടുത്ത വീട്ടിനകത്ത് പോവുകയും അവിടെ ഈ കിച്ചു എന്ന് പറയുന്ന സുധിയുടെ ആദ്യത്തെ മകൻ അവിടെ സ്ഥാനമില്ലാത്തൊരവസ്ഥയും, അതുപോലെ സുധിയുടെ ട്രോഫികൾ ഇതിൻ്റെ താഴെ കട്ടിലിന് താഴെ കടത്തി വെച്ചിരിക്കുന്നതും, അതുപോലെ വൃത്തിയില്ലാത്ത വീടിനെ പറ്റിയെല്ലാം പലരും വിമർശിച്ചു. നമ്മളിത് വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, കാരണം അവരുടെ പേഴ്സണൽ മാറ്ററാണ്. പക്ഷേ ഇപ്പം ഈ രേണുസുതി പറഞ്ഞൊരു വാചകമുണ്ട്, അതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. കാരണം അവിടെ വാടക വീട്ടിലേക്ക് പോവുകയാണ്, ഇച്ചിരി കാശൊക്കെ. അപ്പം കാശായി കഴിഞ്ഞാൽ വാടക വീട്, കാശില്ലാത്തതിന് മുമ്പ് ഈ വീട് കൊടുത്തവനെയൊക്കെ കൈകൂപ്പി നമസ്കരിക്കുന്നതും വലിയ പുണ്യമാണ് ചെയ്തത്, ഞങ്ങൾ ജീവിതത്തിൽ മറക്കത്തില്ല എന്ന് പറയുന്ന രേണുസുതി. അതിപ്പോൾ കാശായി കഴിഞ്ഞപ്പം അതും ആരുടെ പേരിലാണ്? സുധിയുടെ പേരിൽ തന്നെയാണ് കാശ് കിട്ടുന്നത്. അല്ലാതെ രേണുസുതി ആർക്കും അറിയില്ല. സുധിയോടുള്ള സ്നേഹം സഹതാപം കൊണ്ടൊക്കെയാണ് ഈ പരിപാടികളൊക്കെ കിട്ടുകയും കാശൊക്കെ കിട്ടുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി കാശൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറുന്ന കാര്യം ചിന്തിക്കും. അതുപോലെ പുച്ഛമായി തുടങ്ങി. ഇത് ദാനം കിട്ടിയതെന്ന് ആൾക്കാർ പറയുന്നു, പിരിവ് കിട്ടിയതാണെന്ന് ആൾക്കാർ പറയുന്നു എന്നൊക്കെ ഉള്ളൊരു മനോഭാവമുണ്ട്. അന്ന് പുച്ഛമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ കാശ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ മാറാൻ പറ്റും എന്നുള്ളത് രേണുവിൻ്റെ വാക്കുകൾ കാണാനുണ്ട്. ഇതുപോലെ തന്നെ ഈ വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കതും കൂടെ ഒന്ന് കേൾക്കാം. എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത്. ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ. അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ വീട്ടുകാർ ആരും ഇല്ല. അവിടെ ഉള്ള എല്ലാം രേണുവിൻ്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ. അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇന്നലെയും സുധിയുടെ മൂത്തമോനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അവനവൻ്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അവരോട് പറഞ്ഞിരുന്നത് കൊല്ലം സുധിയുടെ ഭാര്യ രേണു, സുധിയുടെ അമ്മ, അതുപോലെ മൂത്ത മകനായ കിച്ചു, അതുപോലെ ഇളയ മകനും അവർക്ക് വേണ്ടിയാണ് വീട് വെച്ച് കൊടുത്തത്. ആ വീട്ടിൽ ഇപ്പം കഴിഞ്ഞ ദിവസം കിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നവരുടെയൊക്കെ എണ്ണം നമുക്ക് കാണുന്നു. അവനൊന്നും പറഞ്ഞില്ല. സുധിയുടെ ആദ്യത്തെ മകനാണ് കിച്ചു. അവന് ഇതിനെപ്പറ്റി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. പക്ഷെ അവൻ്റെ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ പുറത്തു വന്നു. കാരണം കിച്ചു അവിടെയല്ല താമസിക്കുന്നത്, കിച്ചുവിന് പ്രത്യേകിച്ച് റൂമില്ല. അതുപോലെ സുധിയുടെ ട്രോഫികൾ കട്ടിലിന് കീഴിൽ അടുക്കിയിരിക്കുന്നു. കിച്ചുവിനും ഇളയ മകനും രേണുവിനും സുധിയുടെ അമ്മയ്ക്കും കൂടാണ് ഈ വീഡിയോ വെച്ച് കൊടുത്തവൻ്റെ ആളുടെ ആഗ്രഹം. അതുതന്നെയാണ് നമ്മുടെ ആഗ്രഹം. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുക എന്നുള്ളൊരു സന്തോഷകരമായ മുഹൂർത്തമായിരുന്നു. സ്വപ്നം കണ്ടാണ് പുള്ളി വീഡിയോ വെച്ച് കൊടുത്തത്. പക്ഷേ ആ കിച്ചുവിൻ്റെ വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിറച്ച ആളാണെന്നേ, മൊത്തം ആളാണ്. എല്ലാം രേണുവിൻ്റെ ബന്ധുക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി പറയുന്നത് ആകെപ്പാടെ ഇത് പ്രശ്നമായി. ബാക്കി കൂടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയുന്നത്, ദയവേത് എനിക്ക് വീടുണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ ആരും മെസ്സേജ് അയക്കരുത്. ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ചോർച്ച ഒന്നുമില്ല, ലോവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട്. അത് അവർക്കൊരു 4,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോളികാർബണേറ്റ് ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ. അവർക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിൻ്റെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മറുപടിയായിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്കിതിനൊന്നും താല്പര്യമില്ല. വിഷമത്തോടെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. പുറത്ത് നല്ല മഴ, പിന്നെ ശബ്ദം കിട്ടുമെന്ന് തോന്നുന്നു. അതുപോലെ അവരെ സംബന്ധിച്ച് ഈ വീട് ചോർച്ചയുണ്ട് എന്നൊക്കെയാണ്
നമ്മുടെ എന്താ പറയുന്നത് രേണു പറയുന്നത്. അതുകൊണ്ട് അവർക്കത് മാനസികമായിട്ട് ഭയങ്കര വിഷമമായി. 10,000 രൂപ കൊടുത്ത് ശരിയാക്കേണ്ട കാര്യമല്ലോ. അതുമല്ല, ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ പാച്ച് വർക്ക് ഉണ്ടായത് അതിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടി ഇവർ സ്ഥിരമായിട്ട് പോകാമെന്ന് പറയുന്നത് അതും പുള്ളിയെ സംബന്ധിച്ച് ഒരു കാരണവശാൽ നടപ്പുള്ളൊരു കാര്യമല്ല. നമ്മളൊരാൾക്ക് സന്തോഷപൂർവ്വം ഒരു വീട് വെച്ച് കൊടുത്തു, കാശ് മുടക്കി വീട് വെച്ച് കൊടുത്തു, അത് 2 കൈയും വെച്ച് സ്വീകരിച്ചു. രേണുവൊക്കെ അന്ന് വളരെ സന്തോഷകരമായിട്ടാണ് അത് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പം ഇച്ചിരി കാശൊക്കെ രേണുവിൻ്റെ കയ്യിലായി കഴിഞ്ഞപ്പം രേണു അത് ചോരുന്നതാണ്. എനിക്ക് വാടക വീട്ടിലോട്ട് മാറി താമസിക്കേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നേ വരെ രേണുസുധിയെ വിമർശിക്കാത്ത ഞാനൊരു വീഡിയോ ചെയ്യേണ്ടത് വന്നത് ഈ സംസാരം കേട്ടാണ്. കാരണം രൂപം മാറുന്നു, ഭാഷയും മാറുന്നു. ഭാഷ മാറിക്കഴിഞ്ഞാൽ രൂപം മാറുന്നത് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് രൂപം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഭാഷ മാറിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പിന്നെ അത് പിടിച്ചാൽ കിട്ടത്തില്ല. ഇതിന് യാതൊരുവിധ മരുന്നുമില്ല എന്നുള്ളതാണ്. നമ്മൾ അഹങ്കാരത്തിൻ്റെ ഒരു ഭാഷ രേണുവിൻ്റെ വാക്കുകളിലെല്ലാം ഒളിഞ്ഞു കിടപ്പുണ്ട്. മറ്റൊരു അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ബാക്കിയൊക്കെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ ഉദാഹരണം പറയണേ, ഞാൻ ആദ്യമായിട്ട് സുധീര വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡൻറ്റ് കൂത്താട്ടുകുളത്ത് വെച്ച് സംഭവിച്ചത്. ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ്. അങ്ങനെയൊക്കെ ഒരുപാട് പെയിനുകൾ പറഞ്ഞാൽ ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിവേ, നമ്മൾ ഇനി ഒരു റിസ്കിനുമില്ല, ഒന്നിനുമില്ല. നമ്മുടെ താജ് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, പത്തനംതിട്ടക്കാരാണ്, മാസംഘടനയുള്ള ആളാണ്. പുള്ളിയുടെ കെയർ ഓഫിൽ നമ്മളൊരു മിമിക്രിക്കാരനെ വീഡിയോ വയ്ക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ, അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ഇനി ഈ വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ആ ഒരു മെസ്സേജ് അയക്കും. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്, അവരിനി ആർക്കും വീഡിയോ വെച്ച് കൊടുക്കുന്നില്ല. ഒരു മിമിക്രിത്തെ കലാകാരന്, പാവപ്പെട്ട ഒരു കലാകാരന് വീഡിയോ വെച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചു ഒത്തിരി പേർക്ക് വീട് വെച്ച് കൊടുത്ത് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഫിറോസ് എന്നാണ് പേര് പുള്ളി. പക്ഷേ ഇനിയും തൊട്ട് എന്തിനും ആവശ്യമില്ലാതെ ഒരു വീട് വെച്ച് കൊടുത്തിട്ട് അത് ചോരുന്നുണ്ട്, മറ്റേത് ചോരുന്നുണ്ട്, മറിച്ചേത് ചോരുന്നുണ്ട്, ഇതെല്ലാം പുള്ളി കേൾക്കേണ്ട കാര്യം എന്താണെന്നാണ് പുള്ളി ചോദിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പരിപാടികളും നിർത്തി. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം ഇതാണ്, സഹായിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇനി മേലാൽ ഞങ്ങൾ ആരെയും സഹായിക്കുന്നില്ല എന്ന് പുള്ളിയെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ള ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, യാതൊരു വിവാദം ഉണ്ടാക്കാത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷേ പുള്ളിയുടെ മരണശേഷം വിവാദങ്ങളാണ് എന്നുള്ളതാണ്. അതിന് കാരണക്കാരായി വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആണ് എന്നുള്ളതാണ് സത്യം. അവർ ജീവിച്ചോട്ടെ, പക്ഷേ വിവാദങ്ങളിലൂടെ മാത്രമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നും വിവാദങ്ങളിലൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വെറുത്തു തുടങ്ങും. അതുതന്നെയാണ് രേണുവിന് സംഭവിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. എത്രയൊക്കെ പിടിച്ചു നിന്നുണ്ട്, ഒരു സ്ത്രീയാണ്, ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ, ഭാഷ ശരിയായില്ലെങ്കിൽ നമ്മൾ വെറുത്തു തുടങ്ങും. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.